നമസ്കാരം. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിന്റെ മറവിൽ സംസ്ഥാനത്ത് വ്യാപക അക്രമം. തിരുവനന്തപുരത്ത് CPM BJP പ്രവർത്തകർ പരസ്പരം പോർവിളിയും കല്ലേറും നടത്തി. യാത്രക്കാർക്കും പ്രവർത്തകർക്കും പോലീസുകാർക്കും പരിക്കേറ്റു. ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താലിന് BJP പിന്തുണ പ്രഖ്യാപിച്ചു. അതേസമയം അക്രമം നടത്തുന്നവരെ ഉടനടി അറസ്റ്റ് ചെയ്യാനും പൊതുമുതൽ നശിപ്പിച്ചാൽ പിഴ ഈടാക്കാനും ഉൾപ്പെടെയുള്ള നടപടികൾ കൈക്കൊള്ളാനും DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മണിക്കൂറുകളോളമാണ് സംഘർഷം നിലനിന്നത്. മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും മുദ്രാവാക്യങ്ങളുമായി എത്തിയ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നും ബലം പ്രയോഗിച്ച് കടകൾ അടപ്പിക്കാൻ ശ്രമിച്ചും പ്രകോപനം സൃഷ്ടിച്ചു. പിന്നീട് റോഡിൽ കുത്തിയിരുന്നായി പ്രതിഷേധം. CPM പ്രവർത്തകർ സംഘടിച്ചെത്തിയതോടെ പരസ്പരം പോർവിളിയായി. തുടർന്ന് നടന്ന കല്ലേറിൽ യാത്രക്കാർക്കും പോലീസിനും പ്രവർത്തകർക്കും പരിക്കേൽക്കുകയായിരുന്നു. പോലീസ് കണ്ണീർവാതകവും ജലപീരങ്കിയും പ്രയോഗിക്കുകയും ലാത്തിച്ചാർജ് നടത്തുകയും ചെയ്തു. നെയ്യാറ്റിൻകരയിൽ പ്രതിഷേധക്കാർക്കു നേരെ പോലീസ് നടത്തിയ ലാത്തിച്ചാർജിൽ 10 പേർക്ക് പരിക്കേറ്റു. പത്തനംതിട്ടയിൽ അക്രമം ഭയന്ന് പല സ്വകാര്യ ബസ്സുകളും സർവീസ് നിർത്തിവെച്ചു. പാലക്കാട്ട് മന്ത്രി AK ബാലൻ താമസിച്ച IBക്ക് മുന്നിലും പ്രതിഷേധം അരങ്ങേറി. പോലീസ് ലാത്തി വീശിയെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോവാതെ നിന്നത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. വടകരയിൽ റോഡ് തടഞ്ഞ BJP പ്രവർത്തകർക്കു നേരെ പോലീസ് ലാത്തി വീശി. കണ്ണൂരിൽ മുഖ്യമന്ത്രിക്കെതിരെ അസഭ്യ മുദ്രാവാക്യമുയർത്തിയാണ് പ്രതിഷേധക്കാർ പ്രകടനം നടത്തിയത്. തൊടുപുഴ നഗരത്തിൽ പ്രതിഷേധക്കാർ റോഡിൽ ടയർ കത്തിച്ച് തടസ്സം സൃഷ്ടിച്ചു. ഇവിടെ CPM ബ്രാഞ്ച് ഓഫീസിന് നേരെ അക്രമമുണ്ടായി. CITU നേതാവ് PR സോമനെ ഒരു സംഘം അക്രമികൾ കയ്യേറ്റം ചെയ്തു. ഇവിടെ പോലീസും CPM പ്രവർത്തകരും തമ്മിലും വാക്കേറ്റമുണ്ടായി. ഇതിനിടെ ശബരിമല കർമ്മസമിതിയുടെ ഹർത്താലിന് BJP പിന്തുണ കൂടി പ്രഖ്യാപിച്ചതോടെ ഹർത്താൽ ദിനത്തിൽ സംസ്ഥാനത്ത് വ്യാപക ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായേക്കാമെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് പോലീസ് കനത്ത ജാഗ്രതയിലാണ്. വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പിടിവാശിയിൽ പ്രതിഷേധിച്ച് UDF വ്യാഴാഴ്ച കരിദിനം ആചരിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് അറിയിച്ചു. പൊതുജനത്തെയും കച്ചവടക്കാരെയും ബുദ്ധിമുട്ടിച്ച് അടിക്കടി ഉണ്ടാവുന്ന ഇത്തരം ഹർത്താലുകളോട് സഹകരിക്കേണ്ടെന്നാണ് ഭൂരിപക്ഷം വ്യാപാരി സംഘടനകളുടെയും നിലപാട്. ന്യൂസ് ഡെസ്ക് തേജസ്.